Ladies and gentlemen, Malayalis, we are continuing with part 2 of Joseph. ഞാൻ പത്മകുമാറിൻ്റെ വേറെ സിനിമകൾ നോക്കുമായിരുന്നേ. ജോസഫ് ആണ് ഞാൻ പത്മകുമാറിൻ്റെ കേട്ടിട്ടുള്ളതിൽ ഏക സിനിമ. അല്ലാതെ ഷിക്കാറും കേട്ടിട്ടുണ്ട്, വേറൊന്നും ഞാൻ അധികം കേട്ടിട്ട് കൂടിയില്ല. മാമാങ്കം പേര് കേട്ടതുപോലെ, പക്ഷേ എനിക്ക് ഒരു പിടിയില്ല. പാത്തും വളവ്, കാരണം ഈ പേര് ഞാൻ അധികം കേൾക്കാത്തതുകൊണ്ടാണ് എടുത്ത് നോക്കാൻ ശ്രമിച്ചത്. പുള്ളിക്കാരൻ്റെ അധികം ഫിലിംസ് വലിയ ഹിറ്റായിട്ടില്ല എന്ന് തോന്നുന്നു. നോട്ട് വെരി ഷുവർ എക്സെപ്റ്റ് ഫോർ ജോസഫ്. കാരണം ഈ ഒരു സ്റ്റൈൽ ഓഫ് മൂവി എനിക്ക് ഇഷ്ടമാണ്, ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സിൽ. അതുകൊണ്ടാണ് ഞാൻ സിമിലർ മൂവീസ് ഉണ്ടോ എന്ന് നോക്കി ഇറങ്ങിയത്. ഷിക്കാർ എന്ന് പറയുന്ന സിനിമ ഞാൻ കൊച്ചിയിൽ കണ്ടിട്ടുള്ള പോലെ ചെറിയൊരു ഓർമ്മ. ലാസ്റ്റ് എന്തോ ഒരു ഹോസ്റ്റേജ് സിറ്റുവേഷനോ മറ്റായിട്ട് ആരോ രക്ഷിക്കാൻ വേണ്ടി പോകുന്നത് പോലെ ചെറിയൊരു ഓർമ്മ. അത് തന്നെ ആണോന്നും അറിയില്ല. തിരുവമ്പാടിത്തമ്മൻ, ഇത് ജയറാമിൻ്റെ സിനിമ, റൈറ്റ്? അമ്മക്കിടി കൂടെ കേട്ടിട്ടുണ്ട്, പേര് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, സോ പാർട്ട് വണ്ണിൻ്റെ എൻഡ് എത്തിയപ്പോഴാണ് ബേസിക്കലി നമ്മുടെ ബ്ലോബിൽ എഴുതിയിരിക്കുന്ന സാധനം ആയത്. ഫോളോയിങ് ദ ഡെത്ത് ഓഫ് ഹിസ് വൈഫ്, എ റിട്ടയർഡ് പോലീസ് ഓഫീസർ ഹൂ ഈസ് നോൺ ഫോർ ഹിസ് ഇൻവെസ്റ്റിഗേറ്റീവ് prowess unexpectedly gets pulled into a criminal case. Death of his wife എന്ന് പറയുമ്പോൾ that has to be his ex-wife, right? ex-wife മരിക്കുന്നവരെ പുള്ളിക്കാരന് ഇതിൻ്റെ ത്രെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങോട്ടാണ്, എന്തുകൊണ്ടാണ് മരണപ്പെട്ടതെന്നോ അല്ലെങ്കിൽ ഇതിനു മുന്നിലുള്ള മരണങ്ങൾ ഈ ഒരു മേർഡേഴ്സ് ആയിരുന്നെന്നോ ഉള്ളൊരു ത്രെഡ് ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിന് മുന്നുള്ള മരണങ്ങൾ ചിലപ്പോൾ മേർഡേഴ്സ് ആയിരിക്കാം, അത് ഇതുവരെയും നമുക്കറിയില്ല. ശരിക്കും സ്റ്റോറി പിക്കപ്പ് ചെയ്തത് ഫസ്റ്റ് പാർട്ടിൻ്റെ എൻഡിലാണ്. അപ്പോൾ ശരിക്കും സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്, ഐ തിങ്ക് ഇൻവെസ്റ്റിഗേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഈ പാർട്ടിലായിരിക്കും. സോ വിതൗട്ട് എനി ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻ ടു ഇറ്റ്. ലെറ്റ്സ് ഗോ. വെയിറ്റ്, നീ ഒന്ന് സുധീനെ വിളിച്ചിട്ട് ഈ നമ്പറിൻ്റെ RC ഡീറ്റെയിൽസ് എടുക്കുക. 581290 ഒരു കാറാ. ഒരു മിനിറ്റ് സാറേ. നീ പറഞ്ഞ പോലെ അതൊരു ഫേക്ക് നമ്പറാ. നമുക്കൊരു മൊബൈൽ ഡംപിങ് നടത്തണം. മൊബൈൽ ഡംപിങ്ങോ? ആ രേഖാചിത്രം വരച്ച രാജേഷിനെ കൂടി കൂട്ടിക്കോ. കൊല്ലണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, മറ്റെന്തോ ആണ്. ഒരു വാഹനം ഉപയോഗിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇടിച്ച് കൊക്കയിൽ തള്ളായിരുന്നു. അങ്ങനെ ആളില്ലാത്ത സ്ഥലം നോക്കി ഇടിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. ഒരു ദൃക്സാക്ഷി ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ദൃക്സാക്ഷി വേണം സിദ്ദിഖേ. ദൃക്സാക്ഷി ഇല്ലെങ്കിൽ പോലീസ് കേസ് അന്വേഷിക്കും. ദൃക്സാക്ഷി ഉണ്ടെങ്കിൽ ആക്സിഡന്റ് കേസായിട്ട് സെക്ഷൻ ഇടും. സാധാരണ ഒറിജിനൽ വണ്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയ വണ്ടിയും ഡ്രൈവറെയും വെച്ച് കേസ് രജിസ്റ്റർ ചെയ്യും. ഇന്ന് വീണ സ്റ്റെല്ല കൈ കുത്തിയാണ് വീണത്. അങ്ങനെയാണ് ഇടത് കൈയിൽ പൊട്ടലുണ്ടായത്. ഈ ആക്സിഡന്റിൽ ഏറ്റവും ഫോഴ്സേറിയ വീഴ്ച. അതിനുശേഷം കല്ലിൽ തട്ടി നെറ്റിയിൽ മുറിവുണ്ടായി. റിപ്പോർട്ട് പ്രകാരം സ്റ്റെല്ലയുടെ തലയുടെ പിൻഭാഗത്ത് കൂർത്ത കരിങ്കല്ലോ മറ്റെന്തോ കൊണ്ടുണ്ടായ ആഴമേറിയ മുറിവാണ് മരണകാരണം. അങ്ങനെ എന്തെങ്കിലും ആ ഭാഗത്ത് കാണുന്നുണ്ടോ? നെറ്റിയിടിച്ച് അങ്ങോട്ട് വീണ സ്റ്റെല്ലയുടെ തലയുടെ പിൻഭാഗത്ത് അത്ര ആഴമേറിയ മുറിവുണ്ടാവുമോ? ആ മുറിവുണ്ടായതോടെ വെച്ചല്ല, നോക്കിയില്ലെന്നാണ് കടക്കാരൻ പറഞ്ഞത്. അറിയാതെ സംഭവിച്ച ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ അയാൾ തിരിഞ്ഞു നോക്കിയേനെ. കൂടെ ഇരുന്ന് അയാൾ തിരിഞ്ഞു നോക്കി. അത് സ്റ്റെല്ലയുടെ വീഴ്ച ഉറപ്പുവരുത്താനുള്ളവർക്ക് ഈ ക്രൈമുമായിട്ട് ബന്ധമുണ്ട്. നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചവർ എന്നാണ് കടക്കാരൻ പറഞ്ഞത്. അങ്ങനെയുള്ളവർ രക്തം പറ്റിൽ അവർ പേരും അഡ്രസ്സും കൊടുക്കുകയും സ്റ്റെല്ലയുടെ ബന്ധുക്കൾ വരുന്നവരെ വെയിറ്റ് ചെയ്യുകയും ചെയ്തേനെ. അവർ സഞ്ചരിച്ച കാറിന്റെ നമ്പർ ഫേക്ക് ആണെന്ന് സുധി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്ത് പൊട്ടനല്ലേ ഇതൊക്കെ! നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ആയിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് ഡിസൈഫർ ചെയ്യാൻ വി കുഡ് ഹാവ് ബീൻ ഏബിൾ ടു ഡു ഇറ്റ്. വിഷ് ഐ കുഡ് തിങ്ക് ലൈക്ക് ദാറ്റ്. പക്ഷെ കൊല്ലാനല്ലെങ്കിൽ എന്ത് ആവശ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്? Why would they need Stella? സ്റ്റെല്ലയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടായിരുന്നോ? വല്ല ഭയോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല.
പിന്നെ മോള് മരിച്ച പിന്നെ മൊത്തത്തിലൊരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു. എന്ത് പറ്റി അങ്ങനെ തോന്നുന്നു? എല്ലാ ദിവസവും രാവിലത്തെ കുർബാനയ്ക്ക് തന്നെയായിരുന്നു സ്റ്റെല്ല പോയിരുന്നത്. മുറിയും ഫോണൊന്ന് കാണണം. എന്തിനാന്ന് കൂടി അയാളോട് പറയൂ. What tablet is that? റൂഡി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം ഇങ്ങനെ ഒരു അന്വേഷണം ഒന്ന് ചോദിക്കണ്ടേ? ഒരു സംശയം തോന്നത്തില്ലേ? ഒരു പോലീസുകാരുണ്ട്, കമാ ചോദിക്കും എന്താ പറ്റിയേ, വൈ നൗ. അവളുടെ മരണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ ചോദിച്ച് പറയേ, ഭർത്താവല്ലേ, പറയേ. ജോസഫേ, he deserves to know, man. ശേ, അവയവങ്ങൾ സ്വീകരിച്ചവരുടെ ലിസ്റ്റ് എടുക്കണം. അതാണ് ഹോസ്പിറ്റലിൽ നിന്ന്. ഓ ഷിറ്റ്, ഓർഗൻ ഡൊണേഷൻ മറ്റു സമയത്തും ഉണ്ടായിരുന്നു. പക്ഷെ അതെന്തിനാ ഇവന്റെ ഫാമിലി തന്നെ ടാർഗറ്റ് ചെയ്ത ഓർഗൻ ഡൊണേഷന് വേണ്ടി? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ കൊച്ചിൻ്റെ മരണ സമയത്തും ഇതേപോലെ ഉണ്ടായിരുന്നല്ലോ. അവിടെയും ഇവിടെയും ഒരേപോലെ നടക്കണമെങ്കിൽ ഇവന്റെ ഫാമിലി ടാർഗറ്റ് ചെയ്ത് മൊബൈൽ ഡംപിങ്. അത് ഈ ആക്സിഡന്റ്. മൊബൈൽ ഡംപിംഗ് എന്ന് വെച്ചാൽ എന്താ, എനിക്കിതുവരെ മനസ്സിലായില്ല. ഒന്നുമില്ല സാർ, ഞാൻ മൊബൈൽ ഡംപിങ്ങിനായിട്ട് വിളിച്ചാ. സാറിന് 2-3 സിമ്മും കൂടെ ഉണ്ട്. അതിൽ നിന്നും കൂടെ ഞാൻ ഒന്ന് വിളിക്കും. സാറൊന്ന് കോൾ അറ്റൻഡ് ചെയ്യണേ. ഇപ്പോൾ വിളിക്കാം സാർ. താങ്ക് യു സാർ. ആ നമ്പർ എങ്ങനെ കിട്ടും സുധി? ഞാൻ BSNL സിമ്മിൽ നിന്ന് വിളിച്ചത്. ഈ കോൾ ഏത് ടവറിന്റെ ഏത് ഭാഗത്ത് വന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റും. നമ്മൾ BSNL ചെന്നാൽ ഈ ആക്സിഡന്റ് നടന്ന ദിവസം, അതായത് 10/3/2018 അതെ, രാവിലെ 8 മുമ്പേ നടക്കും. ആ സമയത്ത് ഈ ലൊക്കേഷനിലെ എല്ലാ കോളുകളുടെ ഡീറ്റെയിൽസ് അവർ നമുക്ക് തരും. മറ്റുള്ളവരില്ലാത്തതുകൊണ്ട് ആ ഒരു കോള് മാത്രമേ അവരുടെ ഇവിടുന്ന് പോകാൻ സാധ്യതയുള്ളൂ. ഓ ഇൻട്രസ്റ്റിംഗ്, നൈസ്. ആ കാർ ഏതാന്ന് വല്ല ഐഡിയ ഉണ്ടോ? കാറ് ഡിക്കുള്ള കറുത്തിട്ടൊരു പഴയ കാറാണ് സാറേ. ഇംഗ്ലീഷിൽ കൂട്ടക്ഷരം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷിൽ കൂട്ടക്ഷരം. ഇതാണോ നോക്കി? കൂട്ടക്ഷരം എന്നല്ല പറഞ്ഞ. ഇതാണോ നോക്കി? ഇതല്ല, ഇത് സാറേ ഫോർഡാണ്. ഫോർഡിന്റെ എല്ലാ കാറും കാണിച്ചു കൊടുക്കുക. കളറുണ്ടോ സാറേ? ഫോർഡ് അയക്കണം. സാറേ നമ്മുടെ പടം കഴിഞ്ഞിട്ടോ. സാറേ ഞാനിവിടെ വീട്ടില്. എടാ, ഒരു പഴയ കാറൊന്നും തപ്പണം. ഒരു ബ്ലാക്ക് ഫോർഡ് ഐക്കോണാ. നമ്പർ ഫേക്കാ. വണ്ടി പൊളിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും, വർക്ക്ഷോപ്പുകളിലും, പരിചയമുള്ള യാർഡിലൊക്കെ പഴയ. ഓ 4-5 കൊല്ലം മുമ്പ് നടന്ന റേപ്പ് കേസല്ലേ, നമ്മളിതെങ്ങനെ ഓർത്ത് വയ്ക്കാനാ? പിന്നെ ഞാനെന്തൊക്കെയാ പറഞ്ഞ് പിടിച്ചു നിന്നു. പോയ ആരെന്തായി? സ്റ്റെല്ലയുടെ മരണവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്ന ഒന്നും കിട്ടിയില്ല. രണ്ടാമത്തെ ആള് ഒരു റിട്ടയർഡ് KSR ജീവനക്കാരനാ. നീ ഈ റേപ്പ് കേസിന്റെ കാര്യം ഇയാൾ രണ്ടാമത്തെ തവണ മെൻഷൻ ചെയ്യുന്നത്, അത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നൊരു ചെറിയ ഡൗട്ട്. ഒരു തവണയാണെങ്കിൽ പിന്നെ ഓക്കെ, കോയിൻസിഡൻഷ്യലാന്ന് പറയാം. വണ്ടിയിലുണ്ടായിരുന്നവരുടെ നമ്പറും കോൾ അറ്റൻഡ് ചെയ്തവരുടെ നമ്പറും കിട്ടി. അതേ പരസ്പരം അവർ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, വേറെ ആരും വിളിച്ചിട്ടില്ല. ആ 2 മൊബൈലും എപ്പോഴും സ്വിച്ച് ഓഫ് ആയിരിക്കും. അവരെപ്പോഴും പരസ്പരം വിളിക്കാറുണ്ടോ? വളരെ കുറച്ച്. ഇതേ പാറ്റേണിലാണ് അവരുടെ ഫോൺ വിളിയൊക്കെ. ഒരു മൊബൈലിൽ തന്നെ പല സിമ്മിട്ടാണ് വിളിക്കുന്നത്. ഒരിക്കലും ഉപയോഗിച്ച സിം പിന്നെ ഉപയോഗിച്ചിട്ടില്ല. ആ ഫോണിൽ അവരുപയോഗിച്ച നമ്പറിൻ്റെ സിമ്മിൻ്റെ ഒക്കെ കഴിഞ്ഞ വർഷത്തെ കോൾ ഡീറ്റെയിൽസ് ആയത്. പീറ്റർ, ഈ ഡിസേർവ്സ് ടു നോ. പറയാൻ സമയമായി. പറയൂ. കഴിഞ്ഞ ദിവസം ഇത് കണ്ടത്. പോലീസുകാരൻ വിളിച്ചിരുന്നു. ആ തട്ടി വണ്ടിയെ കുറിച്ച് ഇതൊരു വിവരമൊന്നുമില്ല. അയാളോട് കാര്യം പറയൂ. ഹീസ് ഓൾസോ സഫറിങ് ബിക്കോസ് സ്മാർട്ട് മാൻ, തിങ്ക് ഓഫ് സംതിങ്. ഓ ഓക്കെ ഓക്കെ, നൈസ് കണക്ഷൻ. അവിടെ നിർത്തി ചോദിക്കാം. ആ ഓർഗൻ ഡോണേഴ്സ് അല്ല, ഓർഗൻ റിസീവേഴ്സ്, അവരുടെ ഡീറ്റെയിൽസ്. തന്നെയാ അവനെ കഴിഞ്ഞ ദിവസം പണ്ട് അവൻ ഉപദ്രവിച്ച് ആരോ വന്ന് തല്ലിയിട്ട് പോയെന്ന് കേട്ടു. വീടെവിടെ? ഇനി എന്നെ ഇവിടെ വന്ന് തല്ലിയിട്ട്
ജീവനോടെ പോകുന്ന ഒറ്റ ഒരുത്തനും കരുതണ്ട. നിങ്ങക്കെന്താ വേണ്ടേ? അപ്പോ അയാൾ മനഃപൂർവ്വം ചെയ്ത് വന്നാലും ഞങ്ങൾക്ക് പേടിയാ സാറേ. ഞാൻ വിചാരിച്ചു ഹി വാസ് പാർട്ട് ഓഫ് ദ വില്ലൻ ഗ്യാങ്. അങ്ങനെയല്ല. പോവാണോ? കഴിഞ്ഞ 4 വർഷമായിട്ട് മക്കളാരും ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. എല്ലാവരും പുറത്താ. ഓപ്പറേഷന് പോലും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നത്. എന്താ ഒരു ലിങ്ക്, ഒരു കണക്ഷൻ കിട്ടുന്നില്ല. സാറേ, ആളെ മനസ്സിലായില്ല. അങ്ങോട്ടിരിക്കാം. സാർമാർക്ക് കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, ഞങ്ങൾ ഈ വഴി പോയപ്പോൾ കയറിയതാ. മോളിന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. ദേ മോളെ. എങ്ങനെയുണ്ട്? എന്ത് പറയാനാ സാറേ, നാട്ടുകാർ പിരിച്ചു തന്ന കാശുകൊണ്ട് ഓപ്പറേഷൻ നടന്നേ. ദിവസവും കഴിക്കാനുള്ള മരുന്നിന് പോലും ഞങ്ങളെ കഷ്ടപ്പെടുന്ന കാശൊന്നും തികയത്തില്ല. ഇവര് വല്ല റെസ്പോൺസിബിൾ നാട്ടുകാരാണ് കാശ് പിടിച്ചും കൊടുത്തത്. ഇവിടെ ഈ പൊടിയൊക്കെ അടിച്ച്. അയ്യോ സാറേ, കാശൊന്നും വേണ്ട. അവർക്ക് ആവശ്യമുണ്ട്. വേറെ ആരുമില്ല. മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം, കണ്ടാൽ മതി. കാശിൻ്റെ മരുന്നിൻ്റെ പേടിക്കണ്ട, ഞാൻ പറഞ്ഞോളാം. 10 ദിവസം എത്തിയില്ലേ? പനി കൂടി 3-4 ദിവസമായിട്ട് കട്ടിലേ നിന്നിട്ടില്ല. ഡെഡ് എൻഡ് ആണല്ലോ. നിങ്ങളുടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അന്വേഷണം. ഇമെയിൽ ബോംബ് ഭീഷണി. ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് ആണോ? മൊബൈൽ ഡംപിങ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണേ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പം അതുകൊണ്ട് കൊണ്ട് എനിക്ക് ലേശോട് ഇൻട്രസ്റ്റ് ഉണ്ട് ഇങ്ങനത്തെ ടേംസ് കേൾക്കുമ്പോൾ. എന്താ ഇവിടെ? അല്ല, സ്റ്റെല്ലയുടെ അച്ഛ മന്ത്രാണത്താന്ന് കരുതുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ വരിക. എത്ര പറ്റുന്ന ദിവസങ്ങൾ. പീറ്റർ എപ്പോഴും ഇങ്ങനെ ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ പ്രത്യേകിച്ച് വേറെ വിളിക്കൊന്നും വേണ്ടല്ലേ. പുള്ളിക്കാരനെ കൂടെ ഇൻവെസ്റ്റിഗേഷനിൽ കൂട്ടടോ. എനിക്ക് പാവം തോന്നുന്നു. എന്തേലും പറയേ. കാപ്പിയുടെ കാര്യം. കാപ്പിയുടെ കാര്യം. കാപ്പിയാ? ഇവിടെ പള്ളിയുടെ പാരിഷ് ഹാളിൽ ഒരു ചെറിയ കാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കഴിഞ്ഞിട്ടേ പോകാവൂ. ചേട്ടാ, ആലപ്പുഴ വേണുക മരിച്ചു. നീ അങ്ങോട്ട് പോകുന്നുണ്ടോ? അതുകൂടി കാണാൻ എനിക്ക് വയ്യ. ഇതൊക്കെ പെട്ടെന്ന് നടക്കുകയാണല്ലോ. ഇതിലെന്തോ കുഴപ്പമുണ്ട്. ഒരു അത്യാവശ്യ He's missing something. ഇവിടെ തന്നെ ഉണ്ടാവും. അല്ല, എന്നാലും ശരിക്കും ഒരു അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ട് പീറ്ററിന്റെ ക്യാരക്ടറിനെ ഇപ്പൊ സസ്യം തോന്നുന്നു. കാരണം ഇങ്ങനെ ഇൻസിഡൻസ് നടക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് എൻ്റെ ബ്രെയിൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് പീറ്ററിനെ. എന്തോ ചെയ്യണേ? ഇങ്ങനെയാണോ? കൊള്ളാം, നല്ലതാ. എല്ലാം കഴിഞ്ഞല്ല. ഐ ഡിഡ് നോട്ട് തിങ്ക് യു ആർ എ ക്വിറ്റർ മാൻ. എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെട്ടെന്ന്. ഒരു ഞാൻ പ്രതീക്ഷിച്ചില്ല ജോസഫ്. പെട്ടെന്ന് ഗോ, പെട്ടെന്ന് കയറിപ്പോ, അടിച്ചു കയറിപ്പോ. കമോൺ, ചവിട്ടി തുറക്ക് ജോസഫേ. ഫാസ്റ്റ്. കയ്യിലൊരു കെട്ടിയിട്ട് ആദ്യം ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യും. എന്നെ പണിയാ ജോസഫ് താനീ കാണിച്ചേ? എടോ, ഒന്നുമില്ലെങ്കിൽ താനൊരു പോലീസുകാരനല്ലേ? ജീവിതം എന്തും വേണം കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്ത ആളാ. എന്നിട്ടും കഷ്ടം. I understand this situation, but Joseph, this is not what you should do. You are good at investigation. കൂട്ടുകാരാണ് നമ്മൾ താനൊക്കെ പുറകെ നടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് താനൊക്കെ എവിടെയായിരുന്നു? ആ കർത്താവ്. എടോ, തന്നെ പള്ളിയിലോട്ട് കണ്ടിട്ട് കാലം എത്രയായി? അതെ, ഇതൊന്നും ഒന്നിനൊരു പരിഹാരമല്ല. ആത്മഹത്യ പിശാചിന്റെ പരിപാടിയാ, സൂക്ഷിക്കണം. ഇവിടെ നിന്ന് ഇറങ്ങിയ ഇയാളെ പള്ളിയിലോട്ട് കേസ് സോൾവ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഞാൻ ജോസഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. വെള്ളോടി ലേശം ഒന്ന് കുറയ്ക്കുക ബ്രോ. നൈസ്, നിർത്തി. ഹി വാണ്ട്സ് ടു ചേഞ്ച്. ലെറ്റ്സ് ഗോ.
ആ നടക്കണേ തുടങ്ങിയല്ലോ. എക്സസൈസ് ഗുഡ്, വെരി നൈസ്. കിട്ടി. കമോൺ, ലൊക്കേഷൻ ട്രേസ്, ലെറ്റ്സ് ഗോ. ആ ആ സാർ, ആ സ്ത്രീയുടെ മൊബൈൽ പുതിയൊരു സിം ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ സ്വിച്ച് ഓഫാ. ആ മജീദേ, ആ നേരെ പറ, ഏത് പാഴ്സാ വേണ്ടത്? സാർ ആദ്യം ആ വണ്ടി ഒന്ന് കാണും. Oh yeah. That's it. ഇതെന്താ സാറേ? ബെൻസീൻ, മനസ്സിലായോ? Benzene. ബ്ലഡ് സ്റ്റെയിൻ കണ്ടുപിടിക്കാനുള്ള സാധനം. How do you do that? C6H6. H12. രക്തക്കറ പറ്റിയിട്ടുണ്ട്. സ്റ്റെല്ലയെ കൊണ്ടുപോയി ഈ വണ്ടി തന്നെ. ഇത്ര പഠിക്കാനുണ്ടല്ലോ. ബെൻസീൻ വെച്ചാൽ രക്തപാർട്സ് കണ്ടുപിടിക്കാൻ പറ്റും. എന്റെ പൊന്നി കേട്ടാ, മൊബൈൽ ഡംപ് ചെയ്താൽ ക്യാൻസൽ ചെയ്തിട്ട് വണ്ടി പൊളിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. മോഷണ വണ്ടിയുടെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഓണർ തന്നെയാണോ വണ്ടി? ഏകദേശം ഇതുപോലെ ഇരിക്കും. വല്ല കുഴപ്പമുണ്ടോ സാറേ? സാറേ നമസ്കാരം. നമസ്കാരം. ഇവിടെ ഒരു പഴയ വണ്ടി കൊടുക്കാണ്ടായിരുന്നില്ലേ? ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി അതുപോലൊരു വണ്ടി വേണമായിരുന്നു. അതൊന്ന് നോക്കാൻ വന്നതാ. അത് വിറ്റ് അറിയോ? നവംബർ, ഡിസംബർ, ജനുവരി അവസാനത്തെ ശനിയാഴ്ച. ഈ പരസ്യം കണ്ട് വേറെ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല. ഇനിയിപ്പോൾ ആ വണ്ടി നോക്കിയിട്ട് കാര്യമില്ല. അത് പൊളിച്ചു കാണും. വണ്ടി കൊണ്ടുപോയതിന് ശേഷം അയാൾ വീണ്ടും വന്നിരുന്നു. വീണ്ടും ഡെഡ് എൻഡ് ആണല്ലോ. വണ്ടി എടുക്കുക. ശരി സാർ. മനോരമ പത്രത്തിൽ വന്ന ഒരു പരസ്യമാണ്. ഒരു ഫോർഡ് ഐക്കോൺ കാർ ബ്ലാക്ക് കളർ വിൽക്കാനുണ്ടെന്ന്. അന്ന് ആ ലാൻഡ് ലൈനിലേക്ക് വന്ന മുഴുവൻ നമ്പറും ട്രേസ് ചെയ്യണം. നമ്മൾ അന്വേഷിക്കുന്ന ആളുടെ നമ്പർ അതിലുണ്ടാവും. അതിലെപ്പോഴും വിളിക്കാത്ത നമ്പറിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. വിൻറ്റേജ് ബജാജ് തുടർന്നാണ് ഒരു പ്രത്യേക ലുക്ക്. നാളെ അതേ രീതിയിൽ ഒരു ആക്സിഡന്റ് നടത്തും. അന്ന് ആക്സിഡന്റിന് ശേഷം സ്റ്റെല്ലയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സ്ത്രീയുടെ ഫോൺ ഡീറ്റെയിൽസ് ശ്രുതി എടുത്തിരുന്നു. ആ ME നമ്പറുള്ള ഫോണിൽ ഓരോ പ്രാവശ്യവും ഓരോ പുതിയ സിം കാർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ എവിടെയെങ്കിലും സ്റ്റെല്ലയുടേത് പോലുള്ള ഒരു അപകടം നടക്കും. എത്രയും പെട്ടെന്ന് ആളുകളെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ്. ഉപയോഗിച്ച ശേഷം ഓണറുടെ കയ്യിൽ നിന്ന് റിക്വസ്റ്റ് എഴുതി വാങ്ങി അത് പൊളിക്കാൻ കൊടുക്കും. ഇവർ പത്രപരസ്യം കണ്ടാണ് കോണ്ടാക്ട് ചെയ്തത്. അതിൻ്റെ അഡ്രസ്സ് സുധീർ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലാറ്റാ, റിവർഡെയിൽ. അതാകെ കിട്ടിയിരിക്കുന്ന ഒരു ലൂപ്പ് ഹോൾ. രാജേഷ് വരച്ച രേഖാചിത്രം കൊണ്ട് SP പറഞ്ഞ് നമുക്ക് അറസ്റ്റ് മൂവ് ചെയ്താലോ? കേസ് നിൽക്കില്ല രാഘവ. ഇനി പിടിച്ചാൽ തന്നെ അവർ എന്തിനു വേണ്ടി ചെയ്തു എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു തെളിവും നമ്മുടെ കയ്യിലില്ല. റിവർഡെയിൽ. സാറേ സാറേ ആളത് തന്നെയാ. 2 ദിവസം മുമ്പ് പുള്ളിക്കാരൻ ഒരു പഴയ അംബാസിഡർ കാർ വാങ്ങിയായിരുന്നു. കറുത്ത കളർ കാറ്. ചെയ്യണം, എങ്ങും പോരുത്. വേറെ എക്സിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യണം. ഉടനടി എന്നെ അറിയിക്കണം, ഫോളോ ചെയ്യണം. എന്താണ് ഇതിനുള്ള മോട്ടീവ്? കാരണം ഓർഗന് അവർക്ക് അറിയാവുന്ന ആൾക്കാർക്കല്ല കൊടുക്കുന്നത്. വൈ വുഡ് യു ഡു ദിസ്? He's back in business. Joseph is back in business, baby. അവർ പിടിക്കാൻ നിൽക്കുന്നില്ലേ? ജസ്റ്റ് സ്കെച്ച് ചെയ്യുന്നേ ഉള്ളൂ സാർ. ഓക്കെ, എന്തായി? സാർ പറഞ്ഞ ക്യാമറ ഇട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് ശ്രീനിവാസനെ ഏൽപ്പിക്കണം. നമ്പർ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് SPI. ഒരു കാരണവശാലും മറന്നു പോകരുത്. എനിക്ക് മനസ്സിലായില്ല എന്താ പ്ലാൻ. എന്താണ് ചെയ്യുന്നത്? അവരറിഞ്ഞിട്ടുണ്ടാവോ? ഓ, പിടിച്ച പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു.
മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. പിക്കപ്പ്. ഓ അലാറായിരുന്നു ക്ലോക്കിൻ്റെ. പള്ളിയിൽ പോയിട്ട് ആ വഴി വരാം. ഓ ആൾക്കാർ തന്നെയാണല്ലോ കിട്ടി. ഒരു വണ്ടിയിൽ എന്താ വെച്ചാൽ ക്യാമറ ഫിക്സ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ട്രാക്കറോ മറ്റോ ആയിരിക്കും. എടുക്കും ബ്രോ. ഇതാരോ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. പ്ലാൻഡായിരുന്നു. ഏതോ ഒരു സ്നിച്ച് ഉണ്ട് ഇവരുടെ ടീമിൽ തന്നെ. ഏതോ ഒരുത്തൻ കുറ്റി ആരാന്ന് എനിക്കറിയില്ല. ഒറ്റുവെന്ന് ജോസഫിന് നേരത്തെ അറിയാമായിരുന്നു, അതെനിക്ക് മനസ്സിലായി. പള്ളിയിൽ പോയി ആ വഴി വരാമെന്നും നേരത്തെ പറഞ്ഞു. He wanted this to happen. He planned the whole thing. That's smart. Oh, that closing in. മനപ്പൂർ ഇടി മേടിച്ചു. എന്താ ഉദ്ദേശിക്കുന്നത്? അംബാസഡർ എത്തിയല്ലോ. കാറിൻ്റെ അകത്ത് അവരെന്താ വെച്ച് പിടിപ്പിച്ച്? കുറേ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ്. വണ്ടി കേടായി, കഷ്ടം. എന്തോ കുഴപ്പമുണ്ടല്ലോ. സംതിങ് ഈസ് നോട്ട് റൈറ്റ്. ഹോസ്പിറ്റലിലും കൊണ്ടുപോയി. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അത് നമ്മളിപ്പോൾ കേൾക്കില്ല. കമോൺ, എനിക്ക് അറിയണം എന്താ സംഭവിച്ചതെന്ന്. ഇവൻ്റെ കേസ് ഫൈൻഡിങ്സ് എല്ലാം കേസ് ഫയലിലുണ്ട്, അതെനിക്കറിയാം. പക്ഷെ ഇത് കാണാൻ നമ്മുടെ ജോസഫ് ജീവനോടെ ഉണ്ടാവും. അവൻ സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്തതാണോ അറിഞ്ഞുകൊണ്ട് തന്നെ? ചേടാ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നെടുമുടി വീണു. ഫാദർ ഡൊമിനിക്, മരിച്ചുപോയ ഫാദർ ഡൊമിനിക്. ജോസഫ് എന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ സ്വന്തം ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട സ്വകാര്യ അന്വേഷണത്തിൽ വെളിവാക്കിയിരിക്കുന്നത് സമർപ്പിക്കുന്നു. മരണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അതൊരു കൊലപാതകമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ പ്രശ്നങ്ങളോ സ്റ്റെല്ലയ്ക്കുണ്ടോ എന്നറിയാനാണ് അന്വേഷണം നടത്തി. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എൻ്റെ മകളും ഭാര്യയും ബ്രെയിൻ ഡെത്ത് ആയത് ഒരേ ഹോസ്പിറ്റലിൽ വെച്ചായതുകൊണ്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ജീവിച്ചിട്ടും കൃത്യമായി മരുന്ന് കഴിക്കാതെ കഠിനമായി ജോലി ചെയ്തിട്ടും ഇത്രയും നാൾ ജീവിച്ചിരുന്നതിൽ എനിക്ക് സംശയം തോന്നി. ആ സംശയമാണ് എൻ്റെ സുഹൃത്ത്. സംശയിച്ചത് ശരിയാണെന്നാ തോന്നുന്നത്. ഇവളുടെ സർജറിക്ക് മുമ്പുള്ള അതേ അവസ്ഥയിൽ തന്നെയാ അവളുടെ ഹൃദയം ഇപ്പോഴും. സംതിങ് ഹാസ് ഹാപ്പൻഡ്. എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ആ കുട്ടി ഇത്രയും നാളെ എങ്ങനെ ജീവിച്ചു എന്നുള്ളത്. മൃതസഞ്ജീവനി പോലെയുള്ള സംവിധാനങ്ങൾ അവയവം മുക്കി. എന്നാൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമായിരിക്കുന്നതും അതേ സീനിയോറിറ്റി ലിസ്റ്റ് തന്നെ കൊണ്ടുവരികയാണെങ്കിൽ വേഗത്തിൽ ആശുപത്രിക്കാർ തന്നെ അവയവമാറ്റത്തിന് വേണ്ട എല്ലാ ടെസ്റ്റുകളും നടത്തി മൃതസഞ്ജീവനി ലിസ്റ്റുമായി ഒത്തുനോക്കും. മൃതസഞ്ജീവനി ഉണ്ടെങ്കിൽ പരിക്കേറ്റയാളെ മസ്തിഷ്ക മരണത്തിലേക്ക് തള്ളിവിടും. അത് മരുന്നുകൊണ്ടോ ചികിത്സ വൈകിച്ചുകൊണ്ടോ ഒക്കെ ആവാം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അപകടം പറ്റി വന്നയാളെ 1 മാസം അവിടെ കിടത്തി ചികിത്സിച്ച് വിട്ടാൽ കിട്ടുന്നത് മാക്സിമം 10 ലക്ഷം, 1.5 കോടിയോളം രൂപയുടെ ബിസിനസ്സാണ്. സിനിമാ കഥകൾ പോലെയാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ചികിത്സ വൈകിപ്പിച്ചതിലൂടെ തൻ്റെ മകൾക്ക് സംഭവിച്ച മരണവും ജോസഫ് സമൂഹത്തിന് തരുന്നത് മെഡിക്കൽ രംഗത്തെ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റിനെ കുറിച്ചുള്ള പേടിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന തിരിച്ചറിവുകൾ. എൻ്റെ മകളുടെ ഹൃദയം അവൾക്ക് ലഭിച്ചിട്ടില്ല. സർജറി നടന്നെങ്കിലും ആ കുട്ടിയുടെ ഹൃദയം മാറ്റിവെക്കപ്പെട്ടിട്ടില്ല. എൻ്റെ മകളുടെ അവയവങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഈ ഓപ്പറേഷൻ നടന്ന സമയത്തെ ആശുപത്രിയിൽ അഡ്മിഷൻ, മരുന്ന് ഞാൻ സുധിയുടെ സഹായം തേടി. സുധിയല്ലേ? വ്യാജ ബോംബ് ഭീഷണിയുടെ അന്വേഷണത്തിന്റെ മറവിൽ
സുധി ഡീറ്റെയിൽസ് അല്ല, പിന്നെ രോഗികൾ കൊടുത്ത മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ, അവിടുത്തെ ഫാർമസിയിലുള്ള ബില്ലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഞാൻ ഈ ഹാർഡ് ഡിസ്കിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തമ്മിൽ ഒരു സെപ്പറേറ്റ് നെറ്റ്വർക്ക് ഉണ്ട്, അത് ഞാൻ ആക്കിയത്. എൻ്റെ മകൾ മരിച്ച ദിവസം, അതായത് ആലപ്പുഴക്കാരി അന്നയുടെ കേസ് ഷീറ്റിലെ പ്രിസ്ക്രിപ്ഷനിൽ നിന്ന് ഓട്ടി ഇന്ത്യയിലെത്തി ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. ആലപ്പുഴക്കാരി പെൺകുട്ടിക്കെന്ന പേരിൽ ജോസഫിന്റെ മകളുടെ ഹൃദയം അന്നയ്ക്കാണ് മാറ്റിവെച്ചത്. സർക്കാരിന്റെ മൃതസഞ്ജീവനി ലിസ്റ്റിൽ ആലപ്പുഴക്കാരി ഒന്നാമതായി വന്ന ദിവസം തന്നെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു മിലോഡ്. സുധി പറഞ്ഞ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് പരിശോധിക്കാൻ എനിക്ക് പെട്ടെന്ന് തോന്നി. പേഷ്യന്റിന്റെയും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ നടത്തിയതിന്റെ റെക്കോർഡ്സും ഉണ്ടായിരുന്നു. ഓരോ ബ്ലഡ് ഗ്രൂപ്പ് തിരിച്ച് അതിൽ ആക്സിഡന്റിൽ പെടുന്നവരുടെ ഡീറ്റെയിൽസും മൃതകൃത്യം നടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഈ കാലയളവിൽ ബ്രെയിൻ ഡെത്ത് നടന്നവരുടെ എല്ലാം വിവരങ്ങൾ മൃതസഞ്ജീവനി ലിസ്റ്റുമായി ക്രോസ് മാച്ച് ചെയ്യുന്നതായി കണ്ടു. ട്രാൻസ്പ്ലാന്റേഷന് വേണ്ട ആ രോഗിയുടെ ഡീറ്റെയിൽസ് ഞാൻ കോപ്പി ചെയ്തു. കാരണം എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവാണ്. ഞാനും ഇത്തരം ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ റിസൾട്ടും അവയവം വേണ്ട എന്നൊരു ആത്മഹത്യ നാടകം നടത്തി. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ട എൻ്റെ ഡീറ്റെയിൽസും ഈ നെറ്റ്വർക്കിൽ അപ്ലോഡ് ആവുകയും ക്രോസ് മാച്ച് ചെയ്യപ്പെടുകയും ചെയ്തു. ആ പേഷ്യന്റിന് എൻ്റെ ഹൃദയം മാച്ചാണെന്ന് മനസ്സിലാക്കി ദിനചര്യയിലൂടെ ഒരുക്കി കൊടുത്തു. മൃതസഞ്ജീവനി നെറ്റ്വർക്കിലൂടെ ഞാൻ അറിഞ്ഞു. അയാൾ സീനിയോറിറ്റിയിൽ ഒന്നാമതെത്തിയപ്പോൾ മുതൽ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ ഫോണുകൾ ആക്റ്റീവ് ആവുന്നതും പ്രതീക്ഷിച്ച് ഞാനിരുന്നു. ആ സ്ത്രീയുടെ മൊബൈൽ പുതിയൊരു സിം ഇൻസെർട്ട് ചെയ്തു. സുഹൃത്തുക്കളെ ഞാൻ ബോധപൂർവം ഒഴിവാക്കി. കൃത്യമായ തെളിവുകളടക്കം. Why does the hero always die? ഇത് ഞാൻ തൊട്ട് മുമ്പ് കണ്ട ആഡം ജോൺ, അതിലും ഹീറോ മരിക്കുന്നുണ്ട്, ഇതിൽ ഐ ഡോണ്ട് വാണ്ട് ഹിം ടു ഡൈ പ്ലീസ്. This devil woman. Fight back. Oh dude, why are you taking it? അടിക്കാൻ ഓങ്ങുന്ന ഫുട്ടേജ് മാത്രം പോരെ. ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യപ്പെടും. ഇത് എന്തിനാണ് അടിക്കൊണ്ട് ചാവുന്നവരുള്ള ഫുട്ടേജ് എടുക്കുന്നത്? അതിന് മുമ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് കൊടുത്താൽ പോരായിരുന്നു. പക്ഷെ മറ്റവർക്ക് വേണ്ടിയാണ് അവിടെ എത്തപ്പെടുക. എൻ്റെ ശരീരം തന്നെ തെളിവായി തരുന്നത്. എനിക്ക് സങ്കടം വരുന്നു. ജോസഫ് ഒരു രക്തസാക്ഷിയാണ്. ജോസഫിന്റെ നിഗമനങ്ങൾ ഓരോന്നും ശരിയായിരുന്നു. നമ്മളൊരാൾക്ക് ഈ നാട്ടിൽ കിഡ്നിയോ ഹൃദയമോ മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിനൊരു ഉറപ്പ്? ജോസഫിന്റെ ഹൃദയം വെച്ച് പിടിപ്പിച്ചിട്ടില്ല എന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. പകരം അയാളുടെ ഹൃദയം ഒരു വിദേശിക്കാണ് നൽകിയത് എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോക്കൽ പോലീസ് ഇതിന് കേസ് രജിസ്റ്റർ ചെയ്ത് സമാനമായ മുമ്പ് നടന്ന അപകടങ്ങളെ പറ്റിയും സമഗ്രമായ CBI അന്വേഷണത്തിന് ഈ കോടതി ഉത്തരവിടണമെന്ന്. ഒരു വലിയ ക്രൈം കോടതിയെ ബോധ്യപ്പെടുത്താൻ സ്വന്തം ജീവൻ ബലി കൊടുത്തുകൊണ്ട് ജോസഫ് എന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ എടുത്ത പ്രയത്നം മറ്റെല്ലാം മറന്നുകൊണ്ട് കോടതി മാനിക്കുന്നു. ഈ കോടതി ഉത്തരവിടുന്നു. കൂടാതെ ജോസഫിന്റെ നിർദ്ദേശങ്ങളായ അപകടത്തിൽപ്പെടുന്നവരുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിനായി ഡോക്ടർമാരുടെ പാനൽ പോലീസ് ഫോറൻസിക് സർജന്മാരെ ഉൾപ്പെടുത്തുവാനും പോസ്റ്റ്മോർട്ടത്തിൽ അവയവങ്ങളുടെ DNA ടെസ്റ്റ് നിർബന്ധമാക്കുവാനും ഇതിന്റെയൊക്കെ വീഡിയോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാരെ ഏൽപ്പിക്കുവാനും വേണ്ട നിയമനിർമ്മാണങ്ങൾ നടത്തുവാൻ ഗവൺമെന്റിനോട് ഈ കോടതി നിർദ്ദേശിച്ചു. നിയമനിർമ്മാണങ്ങൾ കാലങ്ങൾ പിൻവാങ്ങി. ഇതെനിക്ക് രണ്ടാൾക്കാരല്ലേ? ഐ തിങ്ക് റിൻഷാനാണ് എനിക്ക് ആഡം ജോൺ സജസ്റ്റ് ചെയ്തത്, ഫ്രണ്ട്സ് ഓഫ് സമ്മറാണ് എനിക്ക് ഇത് സജസ്റ്റ് ചെയ്തത്. സജസ്റ്റ് ചെയ്തത് ഒരാളാണെങ്കിൽ ഞാൻ എന്നെ കരയിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ മൂവീസ് റെക്കമെൻഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ഇതിൽ ഹീറോ ചാവുന്നു. എനിക്ക് ക്ലൈമാക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ പ്രഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ, പക്ഷേ എൻ്റെ ഐഡിയ ഞാൻ ഇത്രയാണ് ചിന്തിച്ചതെങ്കിൽ സിനിമ നല്ല രീതിയിൽ ഡെലിവർ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ചും ടുവേർഡ്സ് ക്ലൈമാക്സിൽ. ഈ സൂയിസൈഡ് അറ്റംപ്റ്റൊക്കെ എനിക്ക് ജോജുവിൻ്റെ ക്യാരക്ടർ, ജോസഫ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരിക്കലും ചെയ്യുമെന്ന് തോന്നിയില്ല. ഞാനത് അവിടെ തന്നെ പറഞ്ഞായിരുന്നു. പക്ഷേ
അതിനേക്കാളും ഡെപ്തിലായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. അത്രയും ഞാൻ അവസാനം എത്തുന്നവരെ അവസാനം ഒരു ബിഗ് റിവീലായിരുന്നു. നമ്മുടെ കിഷ്കിൻ്റെ കാണ്ഡവും ദൃശ്യത്തിലും പറയുന്ന പോലെ ഒരു കുറേ സംഭവങ്ങൾ ഒരുമിച്ച് സംഭവിക്കുന്നുണ്ട്. ഇറ്റ്സ് നൈസ് ആക്ച്വലി ആൻഡ് ഇറ്റ്സ് എ റെലവൻറ്റ് ഇഷ്യൂ ആസ് വെൽ, സോഷ്യലി റെലവൻറ്റ് ഇഷ്യൂ ആസ് വെൽ. കാരണം ഏറ്റവും അവസാനം കോടതി കുറച്ച് നിയമനിർമ്മാണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ ആപ്ലിക്കബിൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ടെക്നിക്കൽ സൈഡ് എനിക്ക് വലിയ പിടിയില്ല. പിന്നെ കുറേ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷനിൽ എനിക്ക് 2-3 കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടായിരുന്നു. അത് ഞാൻ നോക്കട്ടെ. മൊബൈൽ ഡംപിങ് എന്താണ് മൊബൈൽ ഡംപിങ്? typically refers to one of two main concepts. Mobile phone data extraction. അതുമല്ല. Dumping to track phone number by police. It's a forensic technique used by law enforcement to identify track phone numbers active within a specific geographical area during a precise time frame, especially to investigate crimes. Police collects this data, which includes phone numbers and IMEI numbers from IMEI telecom service providers for all devices connected to nearby cell towers at the time of an incident. By comparing data from multiple towers, police can identify common devices numbers present during a crime. Okay. Allowing them to filter out innocent users and zero in on suspects. Multiple towers vadi like negatives and eliminate here. Okay. Even if the thief changes SIM card, police can track the new phone's unique IMEI number once it's activated with a new SIM. Nice. Moving target tracking. The data allows law enforcement to track the movement of a device over time. Using the cell tower's connectivity records to map the suspect's routes. അതാണ് ഇപ്പോൾ സിമ്മ് മാറ്റിയാലും പിടിക്കാനുള്ളൊരു ഓപ്ഷനാണ് മൊബൈൽ ഡംപിങ് ബേസിക്കലി തരുന്നത്. അതായിരുന്നു എൻ്റെ മെയിൻ ഡൗട്ട്. ദാറ്റ് മേക്ക് സെൻസ് ആണ്. സംഭവം നൈസാണ്. ബെൻസീൻ C6H6 അല്ലേ? ബെൻസീൻ C6H6 റിമെമ്പർ കറക്റ്റ്ലി അല്ല, ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. Right. Benzene used to identify blood stains. Benzene. Benzodiazepine, derivative of benzene, historically uses a presumptive test to identify blood stains, but the use has been largely discontinued due to its high carcinogenity. Benzene causes cancer. എനിക്കറിയില്ല. ഈ കോൺസെപ്റ്റ് ഭയങ്കര ഹ്യൂജാണേ. ഇത് റിയൽ ലൈഫിൽ എത്ര ഇൻസിഡൻസ് ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതുറപ്പാണ്. മെഡിക്കൽ ഫീൽഡിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. സോ ബേസിക്കലി ഇഫ് ഐ അണ്ടർസ്റ്റുഡ് ദിസ് കറക്റ്റ്ലി, ഒരു ആവശ്യമുള്ള മൃതസഞ്ജീവനി ലിസ്റ്റിൽ ആവശ്യമുള്ള ഒരാളെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിന് ഡോണർ ഇല്ലെങ്കിൽ ഡോണറിനെ അവരുണ്ടാക്കുന്നു, റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. റീക്രിയേറ്റ് ചെയ്തതിന് ശേഷം കിട്ടേണ്ട ആൾക്ക് പോവാതെ വേറൊരാൾക്ക് സർജറി ചെയ്യുന്നു ബേസിക്കലി. ഓക്കെ. മൃതസഞ്ജീവനി ലിസ്റ്റ് വരുത്തുന്നത് ശരിക്കുമുള്ള ഓണർ, കിട്ടേണ്ട ആളല്ല, വേറെ ആരാണോ റിക്വയർമെൻ്റ് ആയിട്ട് വന്ന് പൈസ കൊടുക്കുന്നത് അവർക്കാണ്. അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൾ മൃതസഞ്ജീവനി ലിസ്റ്റിൻ്റെ ടോപ്പിൽ വരുന്നു. എന്നിട്ട് ഒരു ഡോണറിനെ അവർ ക്രിയേറ്റ് ചെയ്യുന്നു ആക്സിഡൻറ്റ് വഴി. എന്നിട്ട് ആ ഡോണറിൻ്റെ ഓർഗൻ എടുത്ത് മറ്റവർക്ക് വയ്ക്കുന്ന വ്യാജേന ഒരു ഫോറിനറിനോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് വരുന്ന ആൾക്ക് വെച്ച് കൊടുക്കുന്നു. സംഭവം നൈസാണ്. നല്ല ബിസിനസ് ഐഡിയ, കൊള്ളാം. എനിക്ക് പെട്ടെന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കിഷ്കിൻ്റെ കാണ്ടാണെങ്കിലും എക്കോ ആണെങ്കിലും ഒക്കെ നമ്മൾ അവസാനം ആവുന്നവരെ നമുക്ക് അധികമൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ ആക്ച്വലി. പക്ഷേ ജോസഫ് മരിക്കണ്ടായിരുന്നു മാൻ.
മരിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് കാരണം ജോസഫ് മരിച്ചാലേ അവൾക്ക് കേസ് ഫുള്ള് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ജോസഫിൻ്റെ അവയവങ്ങൾ എടുത്ത് വെച്ച ആള് വെരിഫൈ ചെയ്താൽ മാത്രമേ ഈ കേസിൻ്റെ ഫുള്ള് പ്രൂഫ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മുഴുവൻ നിന്ന് കൊടുത്തത്. പക്ഷേ ഇതല്ലാതെ അവർക്ക് പ്രൂവ് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ബാക്കി കുട്ടികളൊക്കെ ഇല്ലേ, വേറെ അവയവങ്ങൾ വച്ചു കൊടുത്ത ആൾക്കാരില്ലേ, അവരെ കൊണ്ടുപോയിട്ട് അവർക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവില്ലേ? വേറെ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നോ? ഇപ്പോൾ ജോസഫ് മരിച്ചത് കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടി എളുപ്പമായി. പെട്ടെന്ന് അവർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. പഴുതുകൾ വാട്ട് ഹി സെഡ് ഇസ് കറക്റ്റ്. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എല്ലാ എവിഡൻസും കൊടുത്ത് ലൂപ്പ് ഹോൾസ് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടാണ് ഹീസ് ഡൈങ്. സോ ഹീസ് ക്രിയേറ്റിംഗ് ഓൾ ദ എവിഡൻസ് ഇൻ ദാറ്റ് പ്രോസസ്സ്. പക്ഷെ മരിക്കാതെ തന്നെ ഈ എവിഡൻസ് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, റൈറ്റ്? അറ്റ്ലീസ്റ്റ് ആ വീഡിയോ എവിഡൻസ് ഉണ്ടല്ലോ, അതിൽ ഫുള്ളില്ലായിരുന്നെങ്കിൽ ആ സമയത്ത് അവരെ അറ്റാക്ക് ചെയ്ത് അവരെ ഇൻകാപ്റ്റേറ്റ് ചെയ്തിരുന്നെങ്കിൽ പ്രോബബ്ലി ലൈക്ക് അവരെ കൊണ്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കായിരുന്നു. എല്ലാ പഴുതും ചിലപ്പോൾ അടയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ദിസ് ഇസ് ദ സേഫസ്റ്റ് അപ്രോച്ച്. ദാറ്റ് മേക്ക് സെൻസ്. നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഫൈൻ. പക്ഷെ എന്തിനാണ് ഹീറോ ഇങ്ങനെ കൊല്ലുന്നത്? ഞാൻ കാണുന്ന ലാസ്റ്റ് 2 സിനിമയിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത ഹീറോ കൊല്ലുന്നുണ്ട്. ഓപ്പ് മത്തങ്ങാത്തല പരിപാടി പോയി. നിങ്ങളൊക്കെ ദൈവം ചോദിക്കോടാ. കൊള്ളാം, അടിപൊളി മൂവി, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഫിലിം. എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ലാഗ് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നേ. കുറച്ച് അവാർഡ് സിനിമ പോലെ പല സ്ഥലത്തും തോന്നിയായിരുന്നു. പക്ഷെ അത് ഈ ഫിലിമിൻ്റെ ഒരു പാർട്ടായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. കാരണം ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്. ആ ഒരു കുറച്ച് ലാഗും അധികം സിനിമാറ്റോഗ്രഫി ഒന്നും ഇല്ലാതെ ആ ഒരു സൈലൻസും ഒക്കെയാണ് ഈ സിനിമയ്ക്ക് ഒരു ബ്യൂട്ടി നൽകുന്നത്. ഓവറായിട്ടുള്ള സാധനങ്ങളൊന്നും സിനിമയിലില്ല. ഈവൻ സോങ്സ് ആണെങ്കിലും ഈ അൺനെസറി ഇഫക്ട്സോ കളർ ഗ്രേഡിങ്ങോ ഈവൻ കളർ ഗ്രേഡിങ് പോലും ഇല്ല. എല്ലാം ഭയങ്കര റിയലിസ്റ്റിക് പോലെ തോന്നിയേ. പോലീസ് ഇൻവെസ്റ്റിഗേഷനും മറ്റു സാധനങ്ങളുമൊക്കെ. പിന്നെ എന്താ പറയുക, ഹീറോയ്ക്ക് സൂപ്പർ നാച്ചുറൽ പവേഴ്സോ. ഞാൻ ജോജുവിനെയൊക്കെ കാണാൻ ജനറലി കുറച്ച് സ്റ്റണ്ടൊക്കെ പ്രതീക്ഷ, അതൊന്നും ഇല്ല. സ്റ്റണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഇൻ്റലിജൻ്റ്ലി കാലിബ്രേറ്റഡ് മൂവിയായിരുന്നു. പിന്നെ എനിക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറേ ഇൻഫർമേഷൻ കിട്ടി. ഇപ്പോൾ ബെൻസിൻ്റെ കാര്യവും മൊബൈൽ ഡബ്ബിങ്ങിൻ്റെ കാര്യവും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ. കുറേ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അവർ ഈ സിനിമയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ അവർ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റില്ല. കുറേ ടെക്നിക്കൽ ഡീറ്റെയിൽസിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇൻസിഡൻസ് അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മൂവി ചെയ്യുന്നതിന് മുമ്പ് ഓൾറെഡി ഈ ഓർഗൻ ഡൊണേഷൻ്റെ പേരിൽ പ്രോപ്പറായിട്ട് നടക്കാത്ത എന്തെങ്കിലും ഫോൾസ് ഉണ്ടായ സിനാരിയോസ് പഠിച്ചിട്ടായിരിക്കും അവർ സിനിമ ഉണ്ടാക്കിയത്. എൻ്റെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലോട്ട് കൊണ്ടെത്തിച്ചു. ഞാൻ വിചാരിച്ചു പാസ്റ്റുള്ള ഡെത്ത്സ്, ഇപ്പോൾ ഇവൻ്റെ വൈഫിൻ്റെയും മകളുടെയും ഡെത്ത്സ് സെയിം റീസൺ ഉണ്ടാകും. അതിന് മുമ്പുള്ള കാമുകിയുടെ ഡെത്തും കൂടെ വന്നപ്പോഴാണ് എനിക്ക് കൺഫ്യൂഷനായത്. അതും ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ഇല്ലായിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് എ കോയിൻസിഡൻസ്. അതുകൊണ്ട് എൻ്റെ തിയറി എല്ലാം തെറ്റി. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ നൈസ് മൂവി മാൻ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മൂവി. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് കുറച്ചധികം ലാഗ് ഫീൽ ചെയ്തു. ബിക്കോസ് ട്രാജഡി കുറേ വരുന്നുണ്ട്. 1-2 ട്രാജഡി അടുപ്പിച്ച് വന്നിട്ട് ആ ട്രാജഡി അവർ കുറച്ച് ടൈം എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് എൻഡ് ആയപ്പോഴും വീണ്ടും പിക്കപ്പ് ചെയ്തു. ആ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ടായി. സ്റ്റെല്ലയുടെ മരണത്തിലുള്ള സസ്പിഷൻ ജോസഫിന് വന്നു. എന്നിട്ട് പിന്നെ ഇൻവെസ്റ്റിഗേഷൻ പിക്കപ്പായി. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര നല്ല ഫാസ്റ്റായിട്ട് പോയി. എന്നിട്ട് വീണ്ടും ഒന്ന് ഡിപ്പായി. എന്നിട്ട് അവസാനം ഒരു അടിപൊളി ക്ലൈമാക്സ്, നല്ല ക്ലൈമാക്സ്, അടിപൊളി സ്റ്റോറി. ഇത് നമ്മൾ നേരത്തെ ലാഗ് ഫീൽ ചെയ്തതെല്ലാം കവർ ചെയ്തുകൊണ്ട് തന്നെ ക്ലൈമാക്സ് എല്ലാം മേക്കപ്പ് ചെയ്തെടുത്തു. സോ ഐ വുഡ് സേ ഇതിൻ്റെ ഒരു 8 റേറ്റിംഗ് ഉണ്ടല്ലോ, ദാറ്റ് മേക്ക് സെൻസ് നൗ. ജോസഫിൻ്റെ 8 റേറ്റിംഗ് കൊടുത്താൽ ദാറ്റ് കംപ്ലീറ്റ്ലി മേക്ക് സെൻസ്. റേറ്റിംഗ് ഇസ് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈഡ്. സോ ഐ ഗെറ്റ് ഇറ്റ്. പക്ഷേ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ലൈക്ക് ആഡം ജോൺ ആണോ ഈ സിനിമയാണോ ബെറ്റർ? ഞാൻ ബാക്ക് ടു ബാക്ക് കണ്ട 2 സിനിമകളായതുകൊണ്ട് പറയുകയാണേ, ഏതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ആഡം ജോൺ. നോട്ട് ബിക്കോസ് ആഡം ജോണിനേക്കാളും മച്ച് ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറി ജോസഫിനുണ്ട്. സ്റ്റോറി വൈസ് ആണെങ്കിൽ ജോസഫ് ഇസ് ബെറ്റർ. പക്ഷേ ഒരു എക്സ്പീരിയൻസ് വൈസ് ആണ് ഞാൻ പറയണേ. ആഡം ജോണിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് സാധനങ്ങൾ, ഒരു സിനിമാറ്റോഗ്രഫിക്ക്, മ്യൂസിക്, എക്സ്പീരിയൻസ്, ഒരു എക്സ്പീരിയൻസ് ഫാക്ടർ എന്നെ കുറച്ചുകൂടെ ഗ്രാസ്പ് ചെയ്തു. ഇപ്പോൾ ഞാനാണ് ഇതിന് റേറ്റിംഗ് കൊടുക്കുന്നതെങ്കിൽ, ജോസഫിന് ആഡം ജോണിന് റേറ്റിംഗ് കൊടുക്കുന്നതെങ്കിൽ ഐ വിൽ പ്രോബ്ലി ഗിവ് ഇറ്റ് ലൈക്ക് ആഡം ജോൺ 8.1. അത്രയ്ക്ക് നല്ല സ്റ്റോറിയോ ഈ ഒരു എന്താ പറയുക ലാസ്റ്റ് ഡബിൾ വർഷപ്സിനെ പോയി അടിച്ചിടുന്ന പോലത്തെ
ക്ലൈമാക്സ് അല്ല ജോസഫിൻ്റെ ക്ലൈമാക്സ്. ഒരു പക്ക ക്ലാസിക് റിയലിസ്റ്റിക് ക്ലൈമാക്സ് ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ് ആണ് ജോസഫിൻ്റെ ക്ലൈമാക്സ്. ക്ലൈമാക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ആഡം ജോൺ ഐ വിൽ ഗിവ് ഇറ്റ് എ റേറ്റിംഗ് ഓഫ് ലൈക്ക് ഐ ഡോണ്ട് നോ 5.6 ഓർ. ആഡം ജോണിൻ്റെ ക്ലൈമാക്സ് എനിക്ക് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു, പക്ഷേ സ്റ്റോറി വൈസ് ഇറ്റ്സ് ട്രാഷ്. ബട്ട് ജോസഫിൻ്റെ ക്ലൈമാക്സ് അങ്ങനെയല്ല. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലൈമാക്സ് ഐ ഹാവ് സീൻ. ഈവൻ ഒരു ഐ വുഡ് ഈവൻ ഡെയർ ടു സേ ഇറ്റ് ഹാഡ് എ ക്ലൈമാക്സ് ആസ് ഗുഡ് ആസ് കിഷ്കിൻഡർഗാർട്ടൻ ഓർ എക്കോ. അത്ര നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ ക്ലൈമാക്സ്. ക്ലൈമാക്സ് എനിക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ തോന്നുന്നുണ്ട്, കാരണം മരിക്കണ്ടായിരുന്നു ഹീറോ, എന്നാലും അതിനെ ഒരു ഫിലിമിൽ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. പറഞ്ഞതുപോലെ എല്ലാ പഴുതുകളും അടച്ച് ഒരു ക്ലൈമാക്സ് കൊണ്ടുവന്ന, കാരണം ഇതിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ ഇയാൾ മരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കൗണ്ടർ ചെയ്യാനും വേറെ പോയിന്റ്സ് ഇല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈഡ് ക്ലൈമാക്സ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്ലൈമാക്സ് മാൻ. ദിസ് ഇസ് സച്ച് എ, കാരണം ഇതിൽ കുറേ എക്സ്ട്രാ സാധനങ്ങൾ ആഡ് ചെയ്യായിരുന്നു. ദാറ്റ്സ് ഒരു അടിപൊളി. ഇതിൻ്റെ സ്റ്റോറി ആരാ ചെയ്തത്? അപ്പോൾ അവർക്ക് മേ ബി എനിക്ക് തോന്നുന്നു മ്യൂസിക്കും ഡയറക്ഷനും മേ ബി എന്തെങ്കിലും സ്പൈസൊക്കെ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് കുഡ് ഹാവ് ബീൻ എ സിഗ്നിഫിക്കൻ്റ്ലി ബെറ്റർ മൂവി ഐ തിങ്ക്. സ്റ്റോറി സ്റ്റോറി ബൈ ഷാഹി കബീറോ? ഇതാരാണ്? കേട്ടിട്ടേ ഇല്ല. റോന്ത്, ഇലവീഴ പൂഞ്ചിറ, നായാട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓഫീസർ ഓൺ ഡ്യൂട്ടി ജോസഫ്. ഇയാൾ എടുത്തേക്കുന്ന ഞാൻ റോന്ത് കുറച്ച് കണ്ടു സിനിമ. താഴെ OTT ഇടുന്ന എൻ്റെ പാരൻസ് കാണുന്നുണ്ടായിരുന്നു, അപ്പോൾ പോയിരുന്നു കണ്ടു. അതിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല, അതിലും പുള്ളിക്കാരനുണ്ടല്ലോ. ഓഫീസർ ഓൺ ഡ്യൂട്ടി വാസ് എ നൈസ് മൂവി, അത് ഞാൻ കണ്ടു. ഇലവീഴ പൂഞ്ചിറയും ഞാൻ കുറച്ച് കണ്ടു. ഇതിലെല്ലാത്തിലും ഡ്രൈ ഡാർക്ക് കോൺസെപ്റ്റാണ് ഈ എല്ലാ സിനിമയിലും എടുത്തേക്കുന്നതിൽ. എല്ലാത്തിനും അത്യാവശ്യം നല്ല സ്റ്റോറി ഉണ്ട്. സ്റ്റോറി വൈസ് ഹീസ് ആക്ച്വലി വെരി നൈസ് ദിസ് ഗായ്. ഐ ഹാവ് ടു ക്യാച്ച് അപ്പ് ഓൺ സം ഓഫ് ഹിസ് അതർ മൂവീസ് മാൻ. നരിവേട്ട, ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. നായാട്ട്, നരിവേട്ട. അല്ല, ഒരു ട്രെൻഡ് ഇയാൾ പിടിക്കുന്നുണ്ട് എന്തിനൊക്കെയോ. നോക്കാം, വേറെ സിനിമകൾ കാണണം. ഇറ്റ്സ് നൈസ്. ഇറ്റ്സ് എ വെരി നൈസ് മൂവി. ഐ അപ്രീഷിയേറ്റ് ദിസ് മൂവി മാൻ. റേറ്റിംഗ് ഈസ് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈഡ്. ഒരു 8 റേറ്റിംഗ് ദിസ് മൂവി ഡിസേർവ്സ് ഇറ്റ്. എന്തെങ്കിലും ലാഗോ മറ്റോ തോന്നുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അത് അടിപൊളിയായിട്ട് കവർ ചെയ്തു. ഔട്ട് സേ സെക്കൻഡ് ഹാഫാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പക്ഷെ മേ ബി ആ ക്ലൈമാക്സിൻ്റെ ആ എലമെൻ്റ് പെട്ടെന്ന് ക്ലൈമാക്സ് കഴിഞ്ഞ പോലൊരു ഫീലിംഗ് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഫസ്റ്റ് ഹാഫിലോട്ടുമൊക്കെ കുറച്ച് കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ, ദൃശ്യത്തിലൊക്കെ ഉള്ള പോലെ പല സാധനങ്ങളും വന്നിട്ട്. കാരണം ഫസ്റ്റ് ഹാഫും ക്ലൈമാക്സും ആയിട്ടൊരു ബന്ധമില്ലാത്ത പോലൊരു ചെറിയ ഫീലിംഗ്, റൈറ്റ്? എല്ലാം സിനിമയുടെ മേജർ പാർട്ട് എല്ലാം നടന്ന സെക്കൻഡ് ഹാഫിൽ പോലൊരു ഫീലിംഗ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആക്ച്വലി മേ ബി ആഡം ജോണിന് സ്ലൈലി ഒരു എഡ്ജ് കൊടുക്കുക. സ്റ്റോറി വൈസ് അല്ല, സ്റ്റോറി വൈസിൽ ജോസഫ് ഇസ് വേ മോർ സുപ്പീരിയർ ദാൻ ആഡം ജോൺ. പക്ഷേ ഒരു എക്സ്പീരിയൻസ് വൈസ് ഐ വുഡ് സേ. പക്ഷേ എനിക്ക് ചെറിയ ഡിസപ്പോയിൻ്റ് ഉള്ള ഈ സിനിമയ്ക്ക് കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. അതൊരു ഫുള്ളി യൂട്ടിലൈസ് ചെയ്യണമെന്നൊരു ചെറിയ ആഗ്രഹം. പിന്നെ ജോസഫിൻ്റെ ക്യാരക്ടർ കൊണ്ട് കൊന്നുകളഞ്ഞു. ഐ എം സ്റ്റിൽ അപ്സെറ്റ് അബൌട്ട് ദാറ്റ്. But yeah, that's how it's supposed to be, I guess. I'm not going to bitch about it again. That will be it for Joseph. Yeah. Any other movies or trailers or something that you want me to react to, let me know in the comment section below. I'll definitely take a look. And I'll see you guys in the next video. If you do like these kind of reactions, hit the thumbs up button and let YouTube know you like what you're watching. And I'll see you guys in the next video. Good night and goodbye.